അപ്പോൾ ഗെയ്സ് ഇന്ന് ഞങ്ങളുള്ളത് സുബിഷേട്ടൻ്റെ കടയിലാണ്. അവിടുന്ന് ഞങ്ങൾ ഫുഡ് കഴിച്ചിട്ട് ഇറങ്ങാൻ നീത്തി കോറിക്കാണ് പോകേണ്ടത്. അവിടെ നല്ല മാന്തലും ചോറൊക്കെ ഉണ്ടായിരുന്നു. ഞങ്ങൾ 3 മണി ടൈമിൽ എത്തിയതാണ്. മീനൊക്കെ കഴിഞ്ഞിരുന്നു. പിന്നെ ഫുഡൊക്കെ കഴിച്ച് ഞങ്ങൾ വീണ്ടും വണ്ടി എടുത്ത് കോഴിക്കോടിലാണ്. കോഴിക്കോട് ഒന്ന് കറങ്ങി വീണ്ടും ഞങ്ങൾക്ക് ഇവിടെ പോകാണ്ടായിരുന്നു, മിനിയൂട്ടിയിൽ കയറിയില്ല. അപ്പോൾ അവൾക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള പരിപാടിയിലായിരുന്നു. അങ്ങനെ കുറേ നേരത്തെ തള്ളൊക്കെ കഴിഞ്ഞ് മെല്ലെ ഞങ്ങൾ വണ്ടിയൊക്കെ എടുത്ത് ഇങ്ങനെ രാമനാട്ടുകാർ കഴിഞ്ഞ് പിന്നെ വഴി അറിയണ ഒരുത്തനാണ് ഈ സെൻറ്ററിൽ ഇരിക്കണം. അവനക്കാണെങ്കിൽ വഴി അറിയില്ല. കുറേ കാലം കോറിക്ക് പോയതാണ് പറഞ്ഞിട്ട് പിന്നെ വഴി അറിയില്ല. പുതിയൊരു കോറി വെക്കാനാണ് പോകുന്നത്. അപ്പോൾ പഴയൊരു കോറിയുടെ അടുത്ത് തന്നെയാണ് പുതിയ. അപ്പം അങ്ങനെ രാമനാട്ടുകാരൊക്കെ അവിടെയൊക്കെ ഓരോ ഇതൊക്കെ പറഞ്ഞ് ഞങ്ങൾ പോയി. ഗൂഗിൾ മാപ്പിൽ നോക്കാന്നൊക്കെ പറഞ്ഞ് പോയി. ഞങ്ങൾ തുടക്കമിട്ട് അങ്ങനെ കുറച്ച് നേരത്തെ ഉറക്കമായിരുന്നു. ഉറക്കം കഴിഞ്ഞ് നീച്ചൊക്കെ കണ്ടോ കോറിയിലെത്തിക്കണ്. പിന്നെന്താ അവിടുന്ന് ബാക്കിട്ടൊക്കെ കല്ല് കഴിഞ്ഞാടി മേലിന്ന് ജെസി വലിച്ചിട്ട കല്ല് ഇറങ്ങി പോകുന്നു. ഞാൻ കോറിയിലെത്തിയത് അറിഞ്ഞില്ല. കുറച്ച് നേരം ഉറങ്ങി. ഞങ്ങളിപ്പോൾ കോറിയൊക്കെ നോക്കി റിട്ടേൺ പോവാണ്. കോറി വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല കേട്ടോ. അങ്ങനെ എടുക്കാൻ പറ്റില്ല പറഞ്ഞുകൊണ്ട് പിന്നെ അതിന് നിന്നില്ല. ഞങ്ങളിത് റിട്ടേൺ ഇറങ്ങുകയാണ്. പിന്നെ ടോറസ് പോണ കോറി ഇതാ പറഞ്ഞത്. ഇത് ടോറസ് പോയി നടക്കൂല. വേറെ പത്തിയില് കല്ലെടുക്കാൻ വേണ്ടിയിട്ട് നോക്കാൻ വേണ്ടിയിട്ട് പോയിരുന്നു. അപ്പോൾ നടക്കൂല. അപ്പോൾ റിട്ടേൺ തിരിച്ചു പോവാണ്. റിട്ടേൺ തിരിച്ചു പോവാണ്. അപ്പോൾ ഒരാളുണ്ടെന്ന് പറഞ്ഞു. മൂപ്പര് ഇവിടുന്ന് കയറില്ല പറഞ്ഞു. മൂപ്പര് അവിടുന്ന് കയറും, താഴത്തുനിന്ന് കയറണുള്ളൂ പറഞ്ഞു. ഞങ്ങൾക്ക് ഫുള്ള് ഓഫ് റോഡായിരുന്നു പോകാനുള്ളത്. ഞങ്ങൾ താഴത്തേക്ക് ഇറങ്ങാൻ പോവാണ്. മൊത്തം ഇറങ്ങണം. മൂപ്പരിതൊക്കെ പറഞ്ഞിട്ട് മൂപ്പര് അറിയാം. മൂപ്പര് താഴത്തുനിന്ന് കയറണുള്ളൂ. വണ്ടി ഇങ്ങനെ കയറും, ഒരു കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ലാസ്റ്റ് വണ്ടി കയറൂല എന്നുള്ളത് തീരുമാനം. മഴ ആയതുകൊണ്ടാണ് കറങ്ങും. റിട്ടേൺ കോറി കയറും ഭയങ്കര കയറ്റാണ്. അപ്പോൾ കറങ്ങും. മൂപ്പര് താഴത്തുനിന്ന് കയറാൻ പറഞ്ഞു. ഞങ്ങൾ താഴത്ത് കറങ്ങി. പുതിയ റോഡ് ഉണ്ടാക്കിയതാണ്. ചെറുവണ്ടികളുണ്ട്. ടോറസ് റിട്ടേൺ അങ്ങോട്ട് കയറില്ല. ലോഡ് എടുത്തിട്ട് ഇറങ്ങില്ലൊക്കെ ഓക്കെ. പക്ഷെ അങ്ങോട്ട് എത്തണ്ടേ, കറങ്ങും. അവിടെ സൈഡാക്കി പകുതിക്കൊന്ന് സൈഡാക്കി. ഇനി മൂപ്പര് വന്നിട്ട് മൂപ്പരെയും കൂട്ടിയിട്ട് വേണം ഞങ്ങൾക്ക് പോകാൻ റിട്ടേൺ. പിന്നെ എല്ലാവർക്കും അറിയാം മിനിയൂട്ടിൽ വന്ന മിനിയൂട്ടിയുടെ ക്ലൈമറ്റ് ഒരു രക്ഷയില്ല. എല്ലാ മഴക്കാല സീസണിലും വന്നു കഴിഞ്ഞാൽ അറിയാം കോടയൊക്കെ ഉണ്ടാവും. നല്ല രസമാണ് സംഭവം. മിനിയൂട്ടി എന്ന് പറഞ്ഞാൽ വേറൊരു വൈബാണ്. പിന്നെ ഞങ്ങൾക്ക് ഞാൻ പോകണം ഓഫ് റോഡാണ്. ഒരു രക്ഷ ഉണ്ടായിരുന്നില്ല. അത്രയ്ക്ക് സെറ്റപ്പ്. ഞങ്ങളിതുവരെ പോവാത്ത കുറേ റോഡുകൾ കൂടെ മൂപ്പര് കോറിയിലുണ്ടായിരുന്ന ആളെ ഞങ്ങൾ കൊണ്ടുപോയിട്ട് പോണേക്കൊരു എസ് കണ്ടിട്ടാ. എന്താ എസ് അടിപൊളി വണ്ടി, എന്താ ലുക്കില്ലേ. നിൽക്കണ ഇപ്പം തന്നെ പൂതിയാവണം ഓടിക്കാൻ. പിന്നെ എന്താ അങ്ങനെ പോവന്നെ. ഇനി ഇവിടെ പോകുന്ന ഒരു ഏരിയയിലൊരു റിസോർട്ടൊക്കെ. പിന്നെ ഇതിന് പോകണതോറും നമുക്കിങ്ങനെ പോകുന്നൊരു പുതിയ പുതിയ വഴികൾ ഇങ്ങനെ കിട്ടുമ്പോഴും കയറ്റകൾ കിട്ടുമ്പോഴും കൂടുതൽ ഇൻട്രസ്റ്റ് തോന്നുക ചെയ്യാം. കാരണം വേറൊരു വൈബ് തന്നെ ആയിരുന്നു. നല്ല തണുപ്പും മഴയും. പിന്നെ വണ്ടിയുടെ ഉള്ളിൽ ഒരു തുള്ളി വെള്ളം ഒഴിവാകാനില്ല കേട്ടോ. ഫുള്ള് വെള്ളം കയറും പോകുമ്പോൾ. അങ്ങനെ ഞങ്ങൾക്ക് ഇനി ഞാൻ അടുത്ത് പോകേണ്ടത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ മെറ്റീരിയൽസ് എടുക്കണം, ക്രഷർക്കാണ്. അവിടെ വണ്ടി ഉണ്ട്. അപ്പോൾ അതിൻ്റെ അടുത്തേക്ക് പോകണം. എനിക്ക് വീട്ടിൽ പോകണം. 2 ദിവസം മുന്നേ വന്നാണ് ഞാൻ അഫ്സറും മറ്റേ കോറിയിൽ ലോഡ് എടുക്കാണ്ടായിരുന്നു. എറണാകുളത്തേക്ക് ലോഡ് എടുത്ത് വന്നാണ്. ഞാൻ 2 ആൾക്കും വീട്ടിലേക്ക് പോകണം. അപ്പോൾ അതും കൂടെ ആകണം. ഇത് നമ്മൾ പോണ ഏരിയ എന്നൊക്കെ പറഞ്ഞാൽ കംപ്ലീറ്റ് കോറിയാണ്. കംപ്ലീറ്റ് കോറി.
അത്രയും സെറ്റപ്പ് സ്ഥലവും ഉണ്ടായില്ല. ഇങ്ങനെ എന്താ പറയാ, ഒരു മയക്കത്തിൻ്റെ ക്ഷീണമൊക്കെ ശരിക്കട് മാറി. ഇത് കയറിയപ്പോൾ രക്ഷണ്ടായിരുന്നില്ല. എല്ലാവരും നീച്ചു. റോഡ് വണ്ടി കുത്തിക്കളെന്ന് പറഞ്ഞാൽ എല്ലാവരും നീച്ചു. പിന്നെ അങ്ങോട്ട് ഓരോന്ന് വർത്താരൊക്കെ അങ്ങനെ പറഞ്ഞു. എല്ലാം എല്ലാം പോയി. ഒരു രക്ഷയുണ്ടായിരുന്നില്ല. അടിപൊളി വൈബ്. ഒരു ട്രിപ്പ് മൂട്, വേറെ ട്രിപ്പ്. ഇനി നമുക്ക് കയറാനുള്ള അടിയിൽ നോക്കിയേക്ക് ചില്ലറ വണ്ടിയല്ല. നിങ്ങൾ കരുതത് കയറും അമ്പാന. ലൗസിങ്ങാ പോയിട്ട് ഇങ്ങനത്തെ പിന്നെ കുറച്ചുകൂടെ മുന്നേ കുറച്ച് കുറേയുള്ള ഏരിയകളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കാണിക്കാൻ നിന്നില്ല. കുറേ പ്രശ്നങ്ങളുണ്ട് അവിടെ തന്നെ. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ വീഡിയോയിൽ പെടുത്തില്ല. പിന്നെ ഞങ്ങൾ ചെന്നൊക്കെ ആകെ കോടയൊക്കെ ആയി. ആ കോട എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വൈകുന്നേരം 3 മണി ടൈമിൽ നല്ലൊരു ടെക്സ്റ്റ് ഉണ്ടായിരുന്നില്ല. എന്നിട്ട് ഞാൻ പുറത്തിൻ്റെ പോലെ ഇറക്കി വിട്ട് പുറത്ത് പോയിട്ടൊരു വീഡിയോ ഒക്കെ എടുപ്പിച്ചു. പിന്നെ ഇത് ഞങ്ങൾ ട്രഷറിൻ്റെ അവിടെ ഉള്ളൊരു വെള്ളക്കെട്ട, അവിടെ ഇതേമാതിരി തന്നെ പുറത്തൊക്കെ ഇറക്കിയിട്ട് വെള്ളത്തൊക്കെ തെറിപ്പിച്ച് പോകണം. പിന്നെന്താ പിന്നെ ഓടി കയറി അങ്ങനെ ഏകദേശം ഇപ്പോൾ ഞങ്ങൾ മെയിൻ റോട്ടിലേക്ക് എത്താറായി. മലപ്പുറം കോണമ്പാറ പോകണം. വണ്ടി എടുക്കണം, വീട്ടിൽ പോകണം. ബൈ ഇനി അടുത്ത വീട്ടിൽ കാണാം.